ഡാ ദേ ഇത് കണ്ട കൊച്ചിയിലൊരു ഓൺലൈൻ ഡെലിവറി ബോയ് ഉണ്ടല്ലോ, സ്ട്രീറ്റ് ലൈറ്റിൻ്റെ അടിയിലിരുന്ന് പഠിച്ചിട്ട് ജർമ്മനിക്ക് പോകാൻ. സ്ട്രീറ്റ് ലൈറ്റിന്റെ അടിയിൽ നിന്ന് പഠിക്കാനാരും എബ്രാഹിം കട. പിള്ളേർക്ക് പഠിക്കാൻ പോലും സൗകര്യമില്ലാത്തതായി മാറി നമ്മുടെ രാജ്യം. ഇതിനെയാണ് സമ്പൂർണ്ണ ഭരണ പരാജയം എന്ന് പറയുന്നത്. മനസ്സിലായ? അതിനാ പയ്യന്റെ വീട് പാലക്കാടാണ്. കൊച്ചിയിലെ ജോലിയും കഴിഞ്ഞിട്ട് അവന് പാലക്കാട് പോയി പഠിക്കാൻ പറ്റുമോ? കേരളയിലുണ്ടായിരുന്നെങ്കിൽ പറ്റുമായിരുന്നു, അതിന് സമ്മതിച്ചില്ലല്ല. അത് വിട്. ആ പയ്യൻ ജർമ്മനിയിൽ പോവാതെ നമ്മുടെ നാട്ടിൽ തന്നെ മെച്ചപ്പെട്ട പഠന സൗകര്യം ഉണ്ടായിരുന്നെങ്കിൽ ഈ പിള്ളേർ നമ്മുടെ നാട് വിട്ടു പോവോ? ഇനി അത് തന്നെയല്ല, പഠിച്ചു കഴിഞ്ഞാൽ നല്ല ജോലി സൗകര്യം ഇവിടെ ഉണ്ടെങ്കിൽ ഈ പിള്ളേർ ഈ നാട്ടിൽ തന്നെ നിൽക്കുകയല്ലേ. ശരിക്കൊണ്ടല്ല, ഈ വാർത്ത ഞാനിവിടെ പറയാൻ പാടില്ല. എന്നാലും എന്തൊക്കെയാണ് ഈ കൊച്ചി കേരളത്തിൽ നടക്കുന്നത്? എടാ, ഇതാ മറ്റേ പേരുടെ ഡയലോഗ്. നിനക്ക് സ്വന്തമായിട്ട് വല്ല ഡയലോഗ് ഉണ്ടെങ്കിൽ പറ. എനിക്ക് ഈ നാടിനെ കുറിച്ച് ഒരു പ്രതീക്ഷയില്ല. കുറെ നാൾ കഴിയുമ്പോൾ പിള്ളേരില്ലാത്ത രാജ്യമായി മാറും. ശരിയാണ്, കുറെ വൃദ്ധന്മാരും കുറെ ഭായിമാരും മാത്രമുള്ള ബായ്സ് നമുക്ക് കണ്ടു. അത് തന്നെ, ഈ ഭായിമാരൊക്കെ അവരുടെ നാട്ടിലെ ഇലക്ഷനും ഈ ഉത്സവത്തിനൊക്കെ പോയി കഴിഞ്ഞാൽ നമ്മുടെ കാര്യങ്ങളൊക്കെ ആരും നോക്കും. ആ പറഞ്ഞാലും കാര്യമുണ്ട്. പിന്നെ ഭായിമാരോട് ലോങ് ലീവ് എടുക്കരുതെന്ന് നേതാവ് പ്രത്യേകം പറയാം. നമ്മൾ ഭായിമാര് പോണ കാര്യമല്ലല്ലോ ചർച്ചയ്ക്ക് വെച്ചേക്കണത്, നമ്മുടെ പിള്ളേര് പഠിക്കാൻ പോണ കാര്യമല്ലേ. അതെ, നമ്മുടെ പിള്ളേര് പോകാൻ പാടില്ല, ഭായിമാര് ഒട്ടും പോകാൻ പാടില്ല. എന്റെ കോഴിക്കട, ഇങ്ങനെ പച്ചക്കറിക്കട എത്ര ദിവസമായി കൂട്ടി കിടക്കണത്. സത്യം, ശരിക്കും പിള്ളേർ വിദേശത്തേക്ക് പഠിക്കാൻ പോകുന്നതിനേക്കാളും കഷ്ടമാണ് ഭായിമാർ ലീവ് എടുത്ത് നാട്ടിൽ പോകുന്നു. എൻ്റെ പൊന്ന് സഹോദരങ്ങളെ, നാട്ടിലെ വിദ്യാഭ്യാസ സമ്പ്രദായം, തൊഴിലില്ലായ്മ, ഇതിനെക്കുറിച്ചാണ് നമ്മുടെ ചർച്ച. എന്താ സാറേ, തൊഴിലില്ലായ്മ ചർച്ച ചെയ്യുമ്പോൾ തൊഴിലെടുക്കാൻ വന്ന ഭായിമാര് പോയതും ചർച്ച ചെയ്യണ്ടേ? ഇവിടെ തൊഴിലെടുക്കാൻ പിള്ളേരുണ്ടോ? എല്ലാം വിദേശത്തേക്ക് പറക്കുമല്ലേ. അതാണ് പോയിന്റ്. അത് കൊള്ളാം. നേതാവിന്റെ മക്കളെ ഇറച്ചിക്കടയിലോ പച്ചക്കറി കടയിലോ പണിക്ക് നിർത്തോ? ഇല്ലല്ല. അത് ശരിയാണ്. അപ്പൊ നേതാവേ, പിള്ളേര് വിദേശത്ത് തന്നെ പഠിക്കട്ടല്ലേ. ചില വിട്ടുവീഴ്ചകളൊക്കെ ആവാം, കുട്ടികളൊക്കെ എവിടെങ്കിലും പോയി രക്ഷപ്പെടട്ടെ. പക്ഷെ ഭായിമാരെന്തായാലും ഇവിടെ തന്നെ ഉണ്ടാവണം. അല്ല, നമ്മൾ എന്തിനെ കുറിച്ചാ ചർച്ച?